ആ മൈക്കൊക്കെ കുറുക്കി ചപ്പാത്തി പരുവാക്കുന്നുണ്ട്. സീസൺ 4 ഉറങ്ങാനേ പറ്റിയിട്ടില്ല. സീസൺ 5 ഉറക്കം തന്നെയാണ്. ഈ സീസൺ 5 ആണെങ്കിൽ ഇവര് നേരത്തെ കെട്ടിപ്പൂട്ടി കിടന്ന് അവർ ഉറങ്ങാൻ പോകും. കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം ഒരുപോലെയാണ്. അപ്പോഴും കല്യാണം ഇല്ല, കല്യാണം. എല്ലാ കമന്റ്സും വായിച്ചു നോക്കാം. അതായത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സന്ദേശങ്ങൾ പോകും. അവിടെ അവൾ പറഞ്ഞു കഴിഞ്ഞു, പൊക്കോളാൻ പറയും. ഇവർ ഓൾറെഡി യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമണർ അല്ല. ഒരു കോമണർ കുറച്ചും കൂടെ നല്ല ആക്റ്റീവ് ആണ്. കോമണർ ആണോ? കോമണർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല. ജനങ്ങളെല്ലാം കാത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. നെഗറ്റീവ് കമന്റ്സ് ആണ് ആദ്യം വന്നത്. നീ എന്തിനും ഇങ്ങനെ സംസാരിക്കുന്നു, എന്റെ വാ കാണണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം അറിയാം, ഇപ്പം നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 6 ആണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ എല്ലാവരുടെയും ബിഗ് ബോസ് എന്ന് പറയുന്ന രേവതി ചേച്ചി ഉണ്ട്. രേവതി ചേച്ചി നമസ്കാരം. 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 അതിനുമ്പ് വേറൊരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് രേവതി ചേച്ചിയുടെ ഇസക്കുട്ടി. ഇസക്കുട്ടി ഹലോ പറയ്. ഹലോ, ഹായ് പറയ്. ഇസക്കുട്ടി എൻ്റെ കൂടെ ആങ്കറിങ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുക അല്ലേ? അമ്മയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇസക്കുട്ടിയാണ് അല്ലേ? അതെ അതെ അതെ. അമ്മയുടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടോ? ഒരുപാട് കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങൾ ചോദിക്കൂട്ടോ ഇടയ്ക്ക് അല്ലേ? ആ അല്ലേ. ചേച്ചി മാത്രമല്ല, ഷെഫീസിക്കയും കൂടെ ഉണ്ട്. ഇക്കാനും നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആളിതാ നേരിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ പരിപാടിയൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നേ? വളരെ നല്ല പ്രോഗ്രാം. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷം. ഇങ്ങനെ വ്ളോഗ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാ? ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ്. ഹിന്ദി കാണും. 2006 തൊട്ട് എനിക്കൊന്ന് 18 കൊല്ലമായിട്ട് കാണുന്നുണ്ട്. 18 അതായത് ഹിന്ദി തുടങ്ങിയിട്ട് അത്രയായി. മനസ്സിലായി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു 4-5 സീസൺസ് ഞാൻ പഠിക്കാൻ പോയപ്പോ മിസ് ചെയ്തു. എന്നാലും വീട്ടിൽ വരുമ്പോ അതിരുന്ന് കാണും. ഇടയ്ക്കൊക്കെ പണ്ട് സോണിയിലായിരുന്നു ആദ്യം തുടങ്ങിയത്, ഇപ്പം കളേഴ്സിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ റിവ്യൂ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. സീസൺ 1 ചെയ്തില്ല. അപ്പോൾ ഞാൻ റിവ്യൂ കാണും. ഹിന്ദി റിവ്യൂസ് ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു. കുറേ റിവ്യൂസ് കാണും. ഒരു റിവ്യൂ മാത്രമല്ല, കുറേ പേരുടെ റിവ്യൂ കാണും. ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഷെബീസിലാണെങ്കിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ ബിഗ് ബോസ് ഒന്നും കാണാത്ത ആളാണ് കേട്ടോ. അപ്പോൾ എന്നാലും സീസൺ 1 ഒക്കെ കുറച്ചൊക്കെ കണ്ടു, എൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് സീസൺ 2 ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒന്നും മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ പൈസ കിട്ടും അങ്ങനെയൊന്നും വിചാരിച്ചില്ല. സന്തോഷത്തോടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചി വീഡിയോ ഇട് ചേച്ചി. കാര്യം അപ്പോൾ ആരും ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം, വീഡിയോ ഇടുന്നു. സത്യം പറഞ്ഞാൽ ഓഡിയൻസ് ആണ് എന്നെ ഇതാക്കിയത്. അത് കഴിഞ്ഞ് കുറച്ച് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വ്യൂ കൂടുന്നുണ്ട്. അപ്പൊ ഷെബീസ് പറഞ്ഞല്ലേ, ഷെബി നമുക്ക് ഓൾറെഡി നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അതില് കുറെ വീഡിയോസ് ഒക്കെ ഇട്ട് അതില് 2 വീഡിയോ ആണ് നല്ല റീച്ച് വന്നത്. ഒന്നൊരു റോസിന്റെ ഒക്കെ, ബാക്കി ഒന്നിനും ഒരു റീച്ച് ഇല്ല. നമ്മള് ഫുള്ള് യൂട്യൂബ് ഒന്നും വേണ്ട. അതെ. അതായത് പുള്ളിക്കാരത്തേക്ക് ഈ ബിഗ് ബോസ് നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദി കാണുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഹിന്ദി ബിഗ് ബോസ് കണ്ട് അതിന്റെ റിവ്യൂ കണ്ട് രാത്രി ഇരുന്ന് ശരിയാണ് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ പുള്ളിക്കാരത്തിന് ചിരി. അപ്പൊ ഈ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാ. ഞാനാണ് ഇത് പ്രോഗ്രാം കാണാറില്ല. ഞാൻ പറയും ഒന്ന് നിർത്തി, നീ അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കാണും. അങ്ങനെ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത കൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്. അങ്ങനെ ചെയ്തൊരു പ്രോഗ്രാം, അങ്ങനെ അങ്ങനെ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമിന്റെ ലീഡിങ് റിവ്യൂറായി രേവതി മാറുന്നത് ഒട്ടും പ്രതീക്ഷയില്ല. പണിയൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ വിടി അത് നിന്റെ 60,000 ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞു കണ്ട ഞാൻ ഉള്ളിലും സന്തോഷിക്കടാ, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. അന്ന് തൊട്ട് സത്യം തറയിലിരുന്നാ ചെയ്തത് അല്ലേ ഷെബീസ്? ഒരു ക്യാമറ എടുത്തിട്ട് നീ ഞാൻ തറയിലിരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയ സാധനമാണ് ഇപ്പോൾ പ്രേക്ഷകരാണ് ഇവിടം വരെ എത്തിച്ചത്. എന്തായത് മാത്രല്ല ചേച്ചിയുടെ ഒരു ഇൻട്രോ ഒക്കെ ഭയങ്കര അടിപൊളി, ഒറ്റ ചാൻസത്തിൽ പറഞ്ഞങ്ങ് തീർക്കുക. എങ്ങനെ പറ്റുന്നു അങ്ങനെ പറയാനായിട്ട്? അതെന്നറിയാം, ഭയങ്കര എനർജറ്റിക് ആയിട്ട് പറയാനൊക്കെ ശ്രമിക്കുവേ. എനർജി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാ മാക്സിമം എനർജറ്റിക് ആയിട്ട്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. നെഗറ്റീവ് കമന്റ്സ് ആണ് ആദ്യം വന്നത് മുഴുവൻ. നീ എന്തിനും ഇങ്ങനെ സംസാരിക്കുന്നു, നിന്റെ ഇത് കണ്ടില്ലേ, നിന്റെ വാ കാണണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ തളർത്തില്ല. കുറച്ചൊക്കെ ആദ്യം വിഷമം വന്നു കേട്ടോ, പക്ഷെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു എനർജി. പക്ഷെ കുറെ പേര് പറഞ്ഞു ചേച്ചി എനർജി കാണാനാണ് വരുന്നതെന്ന് പറയുമ്പോൾ വീണ്ടും എനർജി. അതെ അതെ. ബേസിക്കലി ചേച്ചി ഡോക്ടറാണ്. അതെ, ആയുർവേദ ഡോക്ടർ. ആ ഫീൽഡ് മൊത്തത്തിൽ വിട്ടോ ഇപ്പൊ?
ഇല്ലടാ, ഞാൻ അതെനിക്ക് കാര്യം അത് വിടാൻ പറ്റില്ല. കാര്യം എൻ്റെ പ്രൊഫഷനാണ്, ഞാൻ 5 കൊല്ലം അത് പഠിച്ചതാണ്, പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അത് മൊത്തത്തിൽ വിടാൻ പറ്റില്ല. കാര്യം അതൊക്കെ ലൈഫ് ലോങ് നമുക്കുള്ളൊരു ഗിഫ്റ്റാണത്. നമുക്ക് ഒരു ദൈവികമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് വിടാൻ കഴിയില്ല. ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ. വീട്ടിലുണ്ട്. എൻ്റെ ഷെബീസ് ഫുൾ സപ്പോർട്ടാണ്. അതെ ചേച്ചി, ഞാൻ നിങ്ങളെ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗാണ്. അപ്പോഴാണ് നിങ്ങൾ അവിടെ റിവീൽ ചെയ്യുന്നത് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ പ്രണയം ഒന്ന് പറയാമോ, എങ്ങനെയായിരുന്നു? പ്രണയം തുടങ്ങിയിട്ട് കുറെ നാളല്ലേ. പക്ഷെ നമ്മള് ഓൺലൈൻ മീഡിയ വഴി, അതായത് ഫേസ്ബുക്ക് വഴിയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് ആവുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഫ്രണ്ട്സ് ആവുന്നു വിചാരിച്ചില്ല, കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ സംസാരിച്ചു അല്ലെ ഷെബീസ? കല്യാണം കഴിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം നമ്മൾ രണ്ട് ഇതല്ലേ. പക്ഷെ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരുന്നു അല്ലേ. ആരായിരുന്നു ആദ്യമേ പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് ചെയ്തത് അങ്ങനെ പ്രപ്പോസ് എന്നുള്ള ഒരു ഇതില്ല. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ്, നമ്മുടെ സിമിലർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ ഇതാക്കിയത്. അപ്പൊ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിലൂടെയാണ് നമ്മൾ സത്യം പറഞ്ഞ ഫ്രണ്ട്സ് ആയത് തന്നെ. അപ്പോഴും കല്യാണം ഇല്ല അല്ലെ ഷെബി? നോ കല്യാണം ഇല്ല. അതൊക്കെ നമുക്ക് വീട്ടുകാരുമായിട്ട് പറഞ്ഞിട്ട് മതി. അപ്പൊ ഞാൻ ഉടനെ തന്നെ വീട്ടിൽ അറിയിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ മറച്ചു വെക്കലൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട്സിനും ഓർക്കും ഒന്നും അറിയില്ല. വീട്ടുകാർക്ക് അറിയാം. അതായിരുന്നു നമ്മുടെ മാരേജിന്റെ പ്രത്യേകത. വീട്ടിലെല്ലാവർക്കും, നേരെ തിരിച്ചല്ലേ സാധാരണ, ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം, വീട്ടുകാർക്ക് അറിയില്ല. നമ്മുടെ അങ്ങനെ അല്ലായിരുന്നു. വീട്ടുകാർക്ക് അറിയാം, ഫ്രണ്ട്സിന് എന്റെ ഹോസ്റ്റലിലുള്ള ആർക്കും അറിയില്ല. അങ്ങനെ അവസാനം അവർക്ക് ഷോക്കായിരുന്നു. കാര്യം എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ടാണ് ഷെബീസ് എന്റെ കോൺവെക്കേഷൻ ഒക്കെ വന്നത്. അങ്ങനെ അപ്പൊ അവർക്ക്, എന്റെ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അയ്യോ ഇതാണോ രേവുവിന്റെ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ അറേഞ്ച് മാരേജ് ആയിട്ട് തന്നെ നടത്തി. പക്ഷെ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരിക്കലും ഫുൾ ഇങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ പക്വതയോടെയാണ് കൈകാര്യം ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്തായിരുന്നു സംഭവിച്ചത്? നല്ല പ്രശ്നമായിരുന്നു. അത് സംഭവിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ അറിയാല്ലേ, ആസ് യൂഷ്വൽ നമ്മുടെ അങ്ങനെ ഒരു കൊല്ലത്തോളം അത് പോയി. ഒരു കൊല്ലം ഞങ്ങള് ശരിക്ക് 2011 കണ്ടുമുട്ടിയത്. അതിനുശേഷം കല്യാണം നടന്നത് 5 വർഷത്തിന് ശേഷമാണ്. 5 വർഷം അതൊരു പ്രണയിക്കാനുള്ള ഗ്യാപ്പുമാണ്, പിന്നെ കൺവിൻസ് ചെയ്യാനുള്ള. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ജീവിത ഭാരങ്ങളായി. അതായത് ജോലി ഇതാക്കുക. അപ്പൊ ഞാൻ ഷെബീസിന്റെ ഇത് മെഡിക്കൽ പ്രൊഫഷനാണ്. അപ്പൊ ഞാനും ഇത് തന്നെ. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറെ കഴിഞ്ഞിട്ടാണ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ നമ്മൾ ഒന്നിച്ചാണ് റിവ്യൂ. എന്നെ അത്ഭുതപ്പെടുത്തി വേറൊരു കാര്യം ഇക്കാടെ സൈഡിൽ നിന്ന് കിട്ടിയത്, അവൾ ഉറങ്ങി പോകുമ്പോ അവൾക്ക് വേണ്ടി ഞാനാണ് കാണുന്നത്. എപ്പിസോഡ് കണ്ടിട്ട് പിറ്റേ ദിവസം പറഞ്ഞു കൊടുക്കുന്നത്. അതെന്തെങ്ങനെയാണ് ശരിക്കും ഉറങ്ങണത്? പുള്ളിക്കാരൻ ഒരു 3-3.5 മണിക്കൂറെ റിവ്യൂ നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഉറങ്ങാറുള്ളൂ. ഇതിനിടയ്ക്ക് മനുഷ്യനല്ല, ഇത് കേട്ട് വരുമ്പോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ വിളിക്കാറില്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി വാച്ച് ചെയ്യും. ഞാൻ ഷോ വാച്ച് ചെയ്യും 24 hours. എന്തെങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യും, എടുത്തു വെച്ചിട്ട് പുള്ളിനെ കാണും. കാര്യം ചില സമയത്തൊക്കെ ഓൾമോസ്റ്റ് ടാസ്ക് ഒക്കെ നടക്കും, ഞാൻ ഉറങ്ങത്തില്ല. ചിലപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴും, മെയിൻലി ഞാൻ വീഡിയോ ലൈവ് അപ്ഡേറ്റ് കൊടുക്കുമ്പോഴേ ലൈവ് കാണണ്ടേ ഒരു ഇതുണ്ട്. സീസൺ 4 ഉറങ്ങാനേ പറ്റിയിട്ടില്ല. സീസൺ 5 ഉറക്കം തന്നെയായിരുന്നു. ഇത് ആൾക്കാര് കേൾക്കും കേട്ടോ, സീസൺ 5 കണ്ട് ഉറങ്ങിയ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട്. അത് റിവ്യൂവർ അങ്ങനെയല്ല, അതില് സീസൺ 4 ഉറങ്ങാൻ പറ്റില്ല. ആ ചെവിയെ അമ്മാര് സീസൺ 4 2 മണി 3 മണിക്കൊക്കെയാണ് ലൈവ് അപ്ഡേറ്റ് ഉണ്ട്. അപ്പോഴും കണ്ടന്റ് ഉണ്ട്. ഇവര് ഉറങ്ങുന്നില്ലല്ലോ, ഈ കണ്ടസ്റ്റൻസ് ഉറങ്ങുന്നില്ല. ഈ സീസൺ 5 ആണെങ്കിൽ ഇവര് നേരത്തെ കെട്ടിപ്പൂട്ടി കിടന്ന് അവരുറങ്ങാൻ പോകും. അപ്പോഴും ഞാൻ ഈശ്വര കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. സാധാരണ കഴിഞ്ഞ സീസൺ അപ്പൊ ഓരോ സീസണും ഓരോ പോലെയാണ്. മെയിൻലി ഷെബീസ് എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ലൈവില് എന്തെങ്കിലും മിസ് ഔട്ട് ആയ ഷെബീസ് എനിക്ക് പറഞ്ഞു തരും. അപ്പൊ ചേച്ചിയുടെ റിവ്യൂ എടുക്കുന്ന ക്യാമറ ആരാണ്? ഷെബിയാണ് ക്യാമറ എല്ലാം. അതായത് ടെക്നിക്കലായിട്ട് പുള്ളിക്കാരത്തെ ഇത് പ്രിപ്പയർ ചെയ്യാ, പ്രസന്റ് ചെയ്യാ, ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് വേണ്ടിയല്ല. വൺസ് പുള്ളിക്കാരത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് പോകും. ഫ്രണ്ട് ബാക്ക് എൻഡ് കട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ അതിൽ വേറെ ഗ്രേഡിങ് അങ്ങനെ ഒന്നുമില്ല. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് സീസൺ ഏതായിരുന്നു? എടാ, ഞാൻ റിവ്യൂവർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാം ഇഷ്ടമാണ്. കാര്യം എനിക്ക് എല്ലാം ബെനിഫിറ്റ് ആണ്. എനിക്ക് എൻ്റെ ആഹാരം തരുന്ന ഒരു ഇതായിരുന്നു അത്. കാര്യം അതുകൊണ്ട് എനിക്കൊരിക്കലും അയ്യോ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ
സീസൺ 2 എനിക്ക് വണ്ണാ ഇഷ്ടം കേട്ടോ. കാരണം ഞാൻ അത് പ്ലസന്റ് സീസൺ ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു ടോക്സിസിറ്റി ഒന്നുമില്ല. പക്ഷെ ഞാനത് റിവ്യൂ ചെയ്തിട്ടില്ല. റിവ്യൂ ചെയ്തതാണെങ്കിൽ എനിക്ക് എല്ലാ സീസണും ഇഷ്ടമാണ്. ഞാനത് ന്യൂട്രലായിട്ട് പറയുന്നതല്ല, എനിക്ക് എല്ലാ സീസണും ഇഷ്ടമാണ്. എനിക്കിങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ റിവ്യൂ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല. പക്ഷെ കണ്ടന്റ് വൈസ് നമുക്ക് നോക്കുമ്പോൾ 4 നല്ല കണ്ടന്റ് ഉള്ള സീസൺ ആയിരുന്നു. ഭയങ്കര കണ്ടന്റ് ആയിരുന്നു. 2 അത് കഴിഞ്ഞ് 2-നാണ് ഞാൻ കൊടുക്കുക. 3-ക്ക് കണ്ടന്റ് ഉണ്ട്, നല്ല മത്സരാർത്ഥികളുണ്ട്. പക്ഷെ ടാസ്കുകളൊക്കെ ഈ ഡാൻസ് കളിക്കുക അതൊക്കെ ആയതുകൊണ്ടാണ് അവരങ്ങ് നല്ല കണ്ടസ്റ്റന്റ് സീസൺ 3 ആയിരുന്നു. എല്ലാം അടിപൊളി കണ്ടസ്റ്റന്റ്. പക്ഷെ ടാസ്കുകൾ ഇതായി പോയി. ഡാൻസ് കളിക്കല്, പാട്ട് പാടല് അതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നല്ല സൂപ്പർ ആയനെ. 2 ഭയങ്കര കണ്ടന്റ് ആയിരുന്നു, ഭയങ്കര റീച്ച് ആയിരുന്നു. 2-ന് TV ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ചോർമ്മയില്ലേ, അങ്ങനെയുള്ള സീസൺ. 2-ഉം 4-ഉം ഭയങ്കര റീച്ചുള്ള സീസൺ. അത് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത സീസൺ ആയിരുന്നു. 3-ല് ആവറേജ് ആണ്. 5 എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കണ്ടന്റ് കുറവായിരുന്നു. ഉണ്ട് നമ്മുടെ അനിയൻ ഇതിൻ്റെത്, നമ്മുടെ അഖിൽമാരാർ, പിന്നെ ഫാമിലി വരുന്നത്, പിന്നെ ചലഞ്ചേഴ്സ് കയറുന്നത്, അങ്ങനെയൊക്കെയുള്ള സെലക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു ചർച്ച പോകുന്നുണ്ട്. അതില് അഖിൽമാരാർ പറയുന്നു എന്റെ സീസൺ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അതിനെ ഒപ്പോസ് ചെയ്തിട്ട് വരുന്നുണ്ട് ഡേഞ്ചർ ഫിറോസ്. അപ്പം ചേച്ചിയുടെ ഒരു അഭിപ്രായം പറയൂ. 24 മണിക്കൂറും കണ്ടോണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ താങ്കൾ. ആദ്യം തന്നെ എല്ലാവർക്കും അവരവരുടെ സീസൺ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഓഡിയൻസിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പം അഖില് പറഞ്ഞായിരുന്നു ലാഭം കിട്ടിയത് നമുക്ക് 5-ലാണെന്ന്. നമ്മൾ ഓഡിയൻസ് ലാഭമൊന്നും അല്ലല്ലോ നോക്കണം. നമുക്ക് കാണുമ്പോൾ എന്റർടൈൻമെന്റ് വാല്യൂ അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓഡിയൻസിന്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 5-ല് എന്റർടൈൻമെന്റ് ഇത് കുറവായിരുന്നു. ഉണ്ട്, ഇല്ലെന്നല്ല, എല്ലാ സീസണും ആൾക്കാർ കാണും കേട്ടോ ബിഗ് ബോസ്. എത്രയൊക്കെ ബോറാണെങ്കിലും ആൾക്കാർ കാണും, എന്നിട്ട് പറയും ബോറായിരുന്നു. അതാണ് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ കാണാതിരിക്കുക, അല്ലെങ്കിൽ എത്രയോ പേരുണ്ടെന്ന് പറയുമ്പോൾ സീസൺ 5 തുടങ്ങുമ്പം ഇത് നമ്മൾ കാണത്തേ ഇല്ല എന്ന് പറഞ്ഞ് 4-ന്റെ കുറച്ച് ഫാൻസ് ഉണ്ട്, കുറച്ച് ടോക്സിക് ഫാൻസും ഒക്കെ ഉണ്ട്. നമ്മൾ കാണില്ല, ബഹിഷ്കരിക്കുകയാണ് ഇത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്നിട്ട് അവരൊക്കെ ഇരുന്ന് ഈ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു 2-ാമത്തെ ആഴ്ചയും 3-ാമത്തെ ആഴ്ച നമ്മൾ കാണത്തില്ലേ എന്ന് പറഞ്ഞ് സൈഡിൽ ഇത് അങ്ങനത്തെ ഒരു ഷോയാണ്. അതെ, കാണാതിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് താഴെ വന്ന് നിങ്ങളെ ഇത് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഞാനപ്പോ ഇത് വീഡിയോ കണ്ടിട്ടല്ലേ ഈ കമന്റ് ചെയ്യുന്നത്. അതാണ് ആൾക്കാർ എല്ലാരും കാണും. പിന്നെ ഒരു സൈഡ് ഓഫ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ ഒരു അഡിക്റ്റഡ് ആയി പോകും, മെന്റലി നമ്മളെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്യും, പുറത്ത് നിന്ന് കാണുന്നവരെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന്. പക്ഷെ ഞാനും ചേച്ചിയൊക്കെ കാണുന്നവരാണ്, ചേച്ചി സക്സസ്ഫുള്ളി കാണുന്ന വ്യക്തിയാണ്. എങ്ങനെയാലും എപ്പോഴെങ്കിലും അങ്ങനെ മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ടോ ബിഗ് ബോസ് ഷോ കണ്ടതിന് ശേഷം? എനിക്ക് അങ്ങനെ മലയാളത്തിൽ തോന്നിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹിന്ദി കാണുമ്പോൾ ആദ്യമൊക്കെ പണ്ട് കൊച്ചിലെ കണ്ടോണ്ടിരുന്നപ്പോഴേ എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാനെന്നു +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഈ ബിഗ് ബോസ് ഹിന്ദി വന്നത്. അപ്പോഴൊക്കെ ഞാൻ കാണുമ്പോൾ അയ്യോ അയാൾ തന്നെ ഇപ്പൊ ഒരു ഇഷ്ടം പോലെ ഫാൻസ് ഉള്ള ആളാണ്, നമുക്ക് അയാളോട് ഇഷ്ടം തോന്നും. പക്ഷെ ഒരിക്കലും ടോക്സിക് ഞാൻ ആയിട്ടില്ല. അയാളാണെല്ലാം, അയാൾ ചെയ്യുന്നതെല്ലാം ശരി. ഒരാൾ ഫാൻസ് ആയി കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാം ശരി. അയാൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്താലും അത് പറ്റത്തില്ല, മറ്റേ ആളുടെ തെറ്റാണ്, അങ്ങനെയൊന്നും ഞാനായിട്ടില്ല. മലയാളത്തിൽ ഞാൻ പറയട്ടെ, അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. ഹെൽത്തി ആയിട്ട് ഒന്നും ഇതിലേക്ക് അങ്ങ് എടുക്കരുത്. ഇമോഷണൽ നമ്മളാവും, കുറച്ചൊക്കെ നമ്മളാവും, നമുക്ക് ഇത് തോന്നും. പക്ഷെ ഇതൊരു കളിയായിട്ട് മാത്രം കാണുക, എൻജോയ് ചെയ്യുക, അങ്ങ് വിടുക. അല്ലാതെ നമ്മളതിരുന്നിട്ട് അയ്യോ വിഷമിച്ച് അയ്യോ അയാളെ ഇതാക്കി ഇതൊക്കെ അവരെല്ലാവരും അവസാനം അവർ കളിക്കാൻ വന്നതാണ്, അവർ കളിച്ചിട്ട് അങ്ങ് പോവും. നമ്മളാണ് ഇവിടെ ഇരുന്ന് വിഷമിച്ച് പിന്നെ ഫാൻസിന്റെ ഫൈറ്റും. അതെ, അത് കുറച്ചൊക്കെ ആവശ്യമാണ്. കാര്യം ഷോയെ ബൂസ്റ്റപ്പ് ചെയ്യും. ആർമിക്കാരുടെ ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അത് അനാവശ്യമായിട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ ഡീഫെയിം ചെയ്യുമ്പോഴാണ് അവിടെ പണി കിട്ടുന്നത്. ശരിയല്ല. അത് വീട്ടുകാരെ പറയുക. സീസൺ 2-ലൊക്കെ ഭയങ്കര കല്ലറിയല്ലോ, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അങ്ങനെയൊന്നും എത്താതിരിക്കുക, അത്രേ ഉള്ളൂ. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും സൈബർ ബുള്ളിങ്ങോ മറ്റ് നേരിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും ഈ ഫാൻസിന്റെ സൈഡിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് സൈബറിൽ സൈഡ്, അതായത് ഓൺലൈനിലും ഇഷ്ടം പോലെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പണ്ടൊക്കെ സീസൺ 3-ലൊക്കെ മെയിൽ അയച്ചിട്ടല്ലേ, ഷെവിയാണ് മെയിൽ നോക്കുന്നത്, മെയിൽ അയച്ചിട്ട് ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. നീ അവർക്കെതിരെ ഇങ്ങനെ പറയരുത്, ഇവർക്കെതിരെ ഇത് പറയരുത്, ഇത്. അപ്പം ആദ്യമൊക്കെ എനിക്കിത് എന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നി. കാര്യം ഇത്രയ്ക്ക് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആ കൂടെ ഒരു കണ്ടസ്റ്റന്റ് ചെയ്യുന്നത് അയ്യോ അത് വേണ്ടിയിരുന്നില്ല, അത് ചെയ്ത് ഇത്രേ ഞാൻ പറയലുള്ളൂ. അല്ലെ കൂടുതൽ അയാളൊരു ദുഷ്ടനാണ്, ഇയാൾ ഇങ്ങനെയുള്ള ഒരാളാണ്, ഇങ്ങനെയൊന്നും ഞാൻ പറയലില്ല. പേഴ്സണലി ഞാൻ പോവില്ല. അയ്യോ ആ കളിയിൽ, ആ ഗെയിമിൽ, ആ ടാസ്കിൽ ആ ബോൾ എടുത്ത് അങ്ങനെ എറിയണ്ടായിരുന്നു,
അത് ചെയ്യേണ്ടിയിരുന്നില്ല ഇത്രേ പറയൂ. പക്ഷേ ഇവർക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. കാര്യം അവരുടെ കണ്ടസ്റ്റൻസിന് അത് മോശമാവുമോ എന്നൊക്കെയുള്ള ടെൻഷനിൽ നമ്മളെ ഇത് പറയും. പിന്നെ ചിലവർ അന്ധമായി സ്നേഹിച്ചിട്ട് അയ്യോ എൻ്റെ മോനെ ഒന്നും പറയരുത്, പിന്നെ അങ്ങനെയൊക്കെ വരും. പിന്നെ എൻ്റെ മോളെ പറയലുണ്ട്, ഹസ്ബൻഡിനെ പറയൽ, ഈവൻ നമ്മുടെ ഇപ്പോൾ ഒരു ഈവൻ ജാതി മതം ആ സംഭവങ്ങൾ വരെ എടുത്തിടും, റിലീജിയൻ കൂടി എടുത്തിടും. ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പം ഷെബീസ് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു പയ്യനാണ് കണ്ടസ്റ്റന്റ്, ഓ നിനക്ക് പിന്നെ അതാണല്ലോ. ഞാൻ കാണാൻ കമന്റ് ബോക്സ്, അപ്പൊ ഞാൻ ഇതൊന്നും ആലോചിക്കുന്ന പോലും ഇല്ല, ഏത് അയാളുടെ മതമോ ഒന്നും ഞാൻ ആലോചിക്കുന്ന പോലും ഇല്ല. അപ്പോഴ് ഈവൻ അയാളെ ഞാൻ സപ്പോർട്ടായിട്ട് പോലും ഞാൻ പറയുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആക്കാൻ വേണ്ടി കുറെ പേരുണ്ട് കമന്റ് ബോക്സിൽ. അത് പലതും ക്രിയേറ്റഡ് ആണ് കേട്ടോ, കമന്റ്സ് എല്ലാം പലതും പെയ്ഡ് വരുന്നുണ്ട്, ക്രിയേറ്റഡ് ആണ്. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള രാജാവായി, ഒരാൾ രാജാവായി. അപ്പം ആ രാജാവ് ഒരു ചെറിയ തെറ്റ് ചെയ്തു, എന്തെങ്കിലും ഒരു ചെറുതായിരിക്കും. അപ്പൊ എടാ തെറ്റായിപ്പോയി, ഓ ഞാൻ മറ്റാളുടെ ആളാണ്, അയാളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരാളും ഇപ്പൊ ഉണ്ടാവും. അപ്പൊ അയാൾ അപ്പൊ അത് നിന്റെ ഭർത്താവിന്റെ അതായോണ്ടല്ലേ നീ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇതൊക്കെ എപ്പോ ചിന്തിച്ചെടുക്കുന്നത്, ഇതെങ്ങനെ ചിന്തിക്കുന്ന എനിക്കാണെങ്കിൽ സമയം പോലും എന്നോട് കൂടി കമന്റുകൾ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ എന്തോന്നാണ്. അപ്പം ഒരു ക്രിയേറ്റഡ് കമന്റ്സ് വരുന്നുണ്ട്. എല്ലാ കമന്റ്സും വായിച്ചു നോക്കാറുണ്ടോ? ഇല്ലടാ. കാര്യം എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം ലൈവ് അപ്ഡേറ്റ് പൊക്കോണ്ടിരിക്കുക. ലൈവ് അപ്ഡേറ്റിന് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സ്ക്രോൾ, അപ്പൊ ഷെബിയാണ് അത് എനിക്ക് കമന്റ്സ് ഞാൻ നോക്കും. വളരെ മോശമായിട്ട് വരികയാണെങ്കിൽ കൂടുതൽ വന്നെയാണെങ്കിൽ ഞാൻ പറയും ഇന്നാണ്, അതിന് ചിലപ്പോൾ അഡ്രസ് ചെയ്യാറുണ്ട്. അല്ല അതായത് ഈ ടോക്സിക് അറ്റാക്കിങ് വരും നമുക്ക്. അതായത് ഇപ്പൊ ഒരു രാജാവിനെതിരെ നമ്മൾ പറയരുത്, എതിരെന്നല്ല, അയാൾ തെറ്റ് ചെയ്തു, അത് പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ഓൾറെഡി പ്ലാൻഡ് ആണ്. അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സന്ദേശങ്ങൾ പോകും, അവിടെ അവൾ പറഞ്ഞു കഴിഞ്ഞു പൊക്കോളാൻ പറയും, സത്യമായിട്ടും. അപ്പൊ മാസായിട്ട് ഇങ്ങനെ വരും, എന്ന് വിളിച്ചോണ്ടൊരു വരവുണ്ട്. സീസൺ 5 അങ്ങനെ ഒരു സംഭവം ഉണ്ട്. 5 ഞാൻ കണ്ട കമന്റ് വന്നേക്കുന്നത് ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ ഒരു കമന്റ് വന്നു, അതെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പോയി. നോക്കുമ്പോ ഒരു 10 മിനിറ്റിനുള്ളിൽ ചറപറന്ന് മെസ്സേജ്, അതായത് യൂട്യൂബ് നിറഞ്ഞു മോശമായിട്ട് കമന്റ്സ്. അതെ, അത് കമന്റ്സ് കൊണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഇവര് ഗ്രൂപ്പിലേക്ക് വിടും, ഇങ്ങനെ അവിടെ പോയി അറ്റാക്ക് ചെയ്തു, അവിടെ പോയി ആർമി ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വാടാ നമുക്ക് അവിടെ പോയിട്ട് പൊങ്കാലിട്ടിട്ട് വരാം എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ അറിഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ചേച്ചിക്ക്? എടാ അത് എല്ലാ കണ്ടസ്റ്റൻസിനും അങ്ങനെ വരലുണ്ട്, ഫാൻസ് ഉള്ള എല്ലാവർക്കും. അങ്ങനെയൊന്നുമില്ല, അതാണ് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ സീസണിലും വരും, പ്രത്യേകിച്ച് രാജാക്കന്മാരുണ്ടെങ്കിൽ പറയണ്ട, നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കമോൺ, എല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. ജനങ്ങളെല്ലാം കാത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ചേച്ചിക്ക് എവിടുന്നാണ് ഇത്ര നേരത്തെ ഈ ഡീറ്റെയിലൊക്കെ കിട്ടുന്നത്? അത് ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല, ഉത്തരമായിട്ട് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടുന്നത്? ആ ഉത്തരം ഇനി കിട്ടാനേ പോകുന്നില്ല. ഉത്തരം പറയില്ല എന്നുള്ളതാണ് എല്ലാരും ചോദിക്കും. പക്ഷെ അത് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അത് പറയാൻ പറ്റത്തില്ല, സീക്രട്സ്. ആ സീക്രട്ട് വിളിക്കാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരു ക്ലൂ തരാൻ പറ്റുമോ, എങ്ങനെയാണ് ഈ സാധനത്തിന് ഇങ്ങനെ സോർട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്? എടാ കുറച്ചൊക്കെ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും, കുറച്ചൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും, പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ദൈവം സഹായിച്ച് എനിക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ഞാൻ ഒരിക്കലും ഇങ്ങനെ അത് കിട്ടി അതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യലില്ല. ഞാൻ തുറന്നു പറയും, എടാ എനിക്ക് കിട്ടിയില്ല, കിട്ടിയെങ്കിൽ നിങ്ങളോട് പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ മാത്രമേ ഞാൻ പറയലുള്ളൂ. ഇപ്പൊ പല കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയട്ടാ, അല്ലാതെ എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ തന്നെ എല്ലാം പറയാം, അങ്ങനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല. ഇപ്പോഴും തന്നെ ഞാൻ കൺഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, അത്രേ ഉള്ളൂ. അത് ഞാൻ അവസാനേ പറയുള്ളൂ. അവരെ ഒന്നും വിഷമിപ്പിക്കേണ്ട, കാര്യം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത് കാരണം ഉണ്ടാവരുത്. ഇടയ്ക്ക് ഇങ്ങനെ സംസാരം വന്നിട്ടുണ്ടായിരുന്നു, രേവതി ബിഗ് ബോസിന്റെ ആളാണ്, രേവതിയാണ് ബിഗ് ബോസ്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ രേവതി പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചേച്ചി കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. എനിക്കിങ്ങനെ വരും, നീ അല്ലെങ്കിലും ബിഗ് ബോസിന്റെ ആളല്ലേ. ഞാൻ പറയും എനിക്ക് സന്തോഷം, എന്നെ അങ്ങനെയെങ്കിലും വിളിച്ചല്ലോ ബിഗ് ബോസിന്റെ ആളാ. അതുകൊണ്ട് ഞാൻ കളിയാക്കും, ബിഗ് ബോസ് നടത്തുന്ന ആള് ഞാൻ തന്നെ, അങ്ങനെയൊന്നുമില്ല. എന്നാൽ ബിഗ് ബോസ് എന്നെ വിളിച്ചിരുന്നു സീസൺ 5-ലാണ് വിളിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു, അപ്പോഴേ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, ഞാൻ ഇപ്പോഴൊന്നുമില്ല ബിഗ് ബോസിലേക്ക്. കാര്യം ഇപ്പൊ ഞാൻ എന്റെ റിവ്യൂല് നിൽക്കുകയാണ്. ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓഡീഷനൊന്നും പോയില്ല, അത് ഞാൻ വേണ്ട, കാര്യം എന്റെ മനസ്സ് ഓൾറെഡി ഞാൻ അങ്ങനെ ഇതാക്കി വെച്ചേക്കുക. നമ്മൾ ഇങ്ങനെ മനസ്സ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകണോ ഇവിടെ പോകണോ എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചേക്ക്. ഞാൻ ഇപ്പോഴൊന്നും ഇല്ല, കാര്യം കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ, പിന്നെ എൻ്റെ ഞാനിപ്പോൾ റിവ്യൂവിൽ നിൽക്കുക. ആ റിവ്യൂ തന്നെ നല്ല രീതിയിൽ പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നത്. ബിഗ് ബോസുമായിട്ട് ഞാൻ ഇപ്പോഴും എല്ലാ വർഷവും കണക്റ്റഡ് ആണല്ലോ, ഇപ്പൊ അങ്ങനെയാണല്ലോ. അതായത് ഞാൻ അതിന്റെ
തുടങ്ങി കഴിയുമ്പോ തന്നെ അതില് ഉള്ളതുപോലെ തന്നെ എനിക്ക് ഫീൽ ഭാഗമാണ് ഭാഗമാണ്. അവിടെ ഇല്ലെന്നുള്ളു, ഇവിടെ ഊണ് ഉറക്കൊന്നുമില്ല. അതുപോലെ തന്നെ ചേച്ചിനെ മത്സരിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഭംഗിയായിട്ട് ഇപ്പം ചേച്ചിയുടെ മുന്നിൽ ഞങ്ങൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ മുന്നിൽ ചേച്ചി ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എവിടേക്കോ ചേച്ചി പറയുന്നത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് എപ്പോഴെങ്കിലും ചേച്ചീനെ കോൾ ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിക്കോ അഭിനന്ദിക്കോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന്? പ്രസ് മീറ്റിന് പോയപ്പോഴ് അവര് നല്ല രീതിയിൽ തന്നെയാണ് എന്നെ ഇതാക്കിയതും കൊണ്ടുപോയതും എല്ലാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്നെ വിളിച്ചല്ലോ അവര് പ്രസ് മീറ്റ്, അതിന്റെ ഒരു ഇതാണ് എന്റെ പ്രസ് മീറ്റിന് വിളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടാ. അല്ലെങ്കിൽ ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല എന്നെ ഇങ്ങനെ പ്രസ് മീറ്റിന് വിളിക്കുന്നത്. ഞാനിങ്ങനെ ഹിന്ദിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ പ്രസ് മീറ്റ് സംഭവങ്ങളൊക്കെ. അപ്പൊ ഒരിക്കലും അതും അപ്രതീക്ഷിതമായിരുന്നു കേട്ടോ. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. എനിക്ക് സെറ്റ് പോകാൻ പറ്റി, അകത്ത് കയറാൻ പറ്റി, ഇവൻ ടീമിന്റെ കൂടെ ഇരിക്കാൻ പറ്റി എന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. അറിയാൻ വേണ്ടിട്ട് ചോദിക്കാം, ഒരു ക്യൂരിയോസിറ്റി. നമ്മൾ ഈ കണ്ടതൊക്കെ തന്നെയാണ് ഉള്ളിൽ പോകുമ്പോഴും. എടാ വീട് അത് തന്നെയാ, പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം. അവരവിടെ നമ്മളെ 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുക കണ്ടസ്റ്റൻസിനെ. പിന്നെ അവരാണ് ഈ ഗെയിം കൊണ്ടുപോകുന്നത്. ബിഗ് ബോസ് ആണ്, അതായത് ബിഗ് ബോസ് പറഞ്ഞാൽ ഒരു കുറെ ആൾക്കാരുടെ തലച്ചോറാണ് ഈ ഗെയിം കൊണ്ടുപോകുന്നതാണ് എനിക്ക് മനസ്സിലായത്. അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ശകലേ കാണുന്നുള്ളൂ. എന്റെ പിറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ലാലേട്ടൻ പറയുന്ന പോലെ. അപ്പൊ ചേച്ചിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എനിക്ക് ഞാൻ ഇപ്പം പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും നമ്മൾ പ്രെഡിക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇവരെ കാണുമ്പോൾ ഇവര് പൊളിക്കും, ഇത് പൊളിക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അകത്ത് പോയിട്ടേ പറയാൻ പറ്റൂ. കാര്യം പലരും അറിയാത്ത ആൾക്കാരാണ് അവിടെ പോയിട്ട് ആളായിട്ടുള്ളത്. അല്ലെങ്കിൽ രാജാവോ എന്തോ ഫാൻസോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അറിയാത്ത ആൾക്കാരാണ് കൂടുതലും, അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം രജിത് സാറ്, ഇപ്പം സാബുമോനൊക്കെ നെഗറ്റീവായിട്ട് കയറിയ ആൾക്കാരാണ്. രജിത് സാറ് അയ്യോ ഇങ്ങേര് 2 ആഴ്ച നീക്കും കൂടി പോയാ, ഇങ്ങനെയൊക്കെ അയ്യോ ഇങ്ങനെ എന്തോന്ന് ചെയ്യാൻ, നമുക്ക് വേറെ ആൾക്കാരില്ലേ? അതേപോലെ തന്നെയാണ് പലതും. അപ്പോൾ അതുകൊണ്ട് വിചാരിക്കാത്ത, ഇപ്പം റോബിന്റെ പേര് പോലും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അഖിൽമാരാര് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കയറുന്നതിന് മുന്നേ. അയ്യോ ഇവനെ നമ്മൾ 2 ആഴ്ചക്കുള്ളിൽ ഔട്ടാക്കും എന്നൊക്കെയാണ് ആർമിക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലടാ, ഒന്നും പറയാൻ പറ്റില്ല. ഈ തവണത്തെ മത്സരാർത്ഥികളുടെ ലിസ്റ്റ് ഓൾറെഡി പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം പ്രേക്ഷകർക്കൊക്കെ അറിയാം ആരൊക്കെ ഉണ്ടാവും, അതായത് പ്രഡിക്ഷൻ അറിയാൻ പറ്റും. അതെ അതെ അറിയുന്നുണ്ട്. അപ്പം ഈ മത്സരാർത്ഥികളിൽ വെച്ച് നോക്കുമ്പോൾ ഈ തവണത്തെ സീസൺ എല്ലാത്തിനെയും മാറ്റിമറിയാനുള്ള സാധ്യതയുണ്ടോ? ഓരോ സീസണും സ്പെഷ്യൽ ആണേ. പക്ഷെ എന്റെ മനസ്സ് പറയുന്ന സീസൺ 5നെ കാട്ടിയും കുറെ സംഭവങ്ങൾ ഇതിനകത്ത് നടക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കോൺട്രോവേഴ്സി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ വന്നാല് പിന്നെ ലവ് ആംഗിൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെ 2 സംഭവങ്ങളും എനിക്ക് കാണുന്നുണ്ട്. പിന്നെ ഒരു ഫൈറ്റുകളും ഉണ്ടാവും എന്ന് എനിക്ക് സീസൺ 5നെ കാട്ടിയും ബെറ്റർ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നടന്നാ മതിയായിരുന്നു. അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല ഈ തവണത്തെ ബിഗ് ബോസിന്റെ പ്രത്യേകത 2 മത്സരാർത്ഥികളെ ഓൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞു. കോമണർ ആയിട്ടുള്ള 2 മത്സരാർത്ഥികളെ പുറത്തു വിട്ടു കഴിഞ്ഞു. ആ ഒരു രീതി നമ്മുടെ സസ്പെൻസ് എല്ലാം പൊളിക്കില്ല, കാണാനുള്ള ഒരു ആകാംക്ഷ കുറയ്ക്കില്ലേ? അതാണ് മാറ്റിപ്പിടിച്ചാലോ ലാലേട്ടന്റെ. എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവര് എന്തായാലും എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വെറുതെ ഇത് ചെയ്യത്തില്ല. എനിക്കൊരു അഭിപ്രായം ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ കണ്ടസ്റ്റന്റെയും കൂടെ എടുക്കാമായിരുന്നു. അത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇനിയിപ്പോ വൈൽഡ് കാർഡായിട്ടൊന്നും വരുമോന്ന് അറിയില്ല കേട്ടാ, അല്ലേ? ഒരു മെയിൽ കോമണർ വരുമോന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഒരുപാട് പേർക്ക് വിഷമമുണ്ട് ഒരു മെയിൽ കണ്ടസ്റ്റന്റെയും കൂടെ എടുക്കാൻ, മെയിൽ ഫീമെയിൽ. എന്നാലും വരുന്ന കുട്ടികൾ എന്തായാലും നല്ലതായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാണാം അവരുടെ ഗെയിം എങ്ങനെയായിരിക്കും. അത് മാത്രമല്ല അവരെ റിവീൽ ചെയ്ത സമയത്ത് അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒരുപാട് കമന്റ് ചെയ്താണ്. ഇവർ ഓൾറെഡി യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവര് കോമണർ അല്ല, ഇത് ഒരു ബിഗ് ബോസിന്റെ ഒരു കളിയാണ് എന്ന് പറയുന്നുണ്ട്. ആ അഭിപ്രായത്തോട് ചേച്ചി യോജിക്കുന്നുണ്ടോ? എടാ അത് ഞാൻ സത്യം പറഞ്ഞാലേ, ഞാൻ ഈ പ്രൊമോ വന്നപ്പോഴ് ഞാൻ പോയി വീഡിയോ ഇട്ടു. ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവര് അങ്ങനെ ഇങ്ങനൊരു കംപ്ലൈന്റ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചേച്ചി ഇത് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നു. അതിനകത്ത് ഒരു കോമണർ കുറച്ചും കൂടെ നല്ല ആക്റ്റീവാണ്. ചേച്ചി ഇത് കോമണർ ആണോ? കോമണർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞോടാ, ഇപ്പൊ ഞാൻ യൂട്യൂബർ അല്ലെങ്കിലും ഞാൻ അല്ലായിരുന്നെങ്കിൽ കൂടി ഞാൻ പോയിരുന്നെങ്കിൽ ഞാനും ലുക്ക് വൈസ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല ചേച്ചി എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടിക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു
അയ്യോ അങ്ങനെയാണോ അങ്ങനെ, അപ്പൊ അങ്ങനെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇപ്പൊ കുറച്ച് ഇതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താണ് അത് എങ്ങനെ എടുത്തെന്നുള്ളത് കാര്യം. ബിഗ് ബോസ് ഓൾറെഡി കളി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതെന്താ ഞാനിപ്പോ അപ്പൊ അതെന്ത് സംഭവം. ഇനിയിപ്പം ആ കുട്ടി അത്രയും ഇതായത് കൊണ്ടാവാം, ചിലപ്പോ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നല്ല കണ്ടന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം ആ കുട്ടിയിൽ നിന്ന്. അതും ഒരു കാരണമാവാം. പക്ഷെ ഇത് രണ്ട് അഭിപ്രായമാണ്. അതെ, രണ്ട് അഭിപ്രായം. കോമണർ അല്ല എന്നും പറയുന്നുണ്ട്, കോമണർ ആണെന്നും പറയുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ടെലികാസ്റ്റ് തുടങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്കും അറിയണമെന്നുണ്ട് അത് എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് വരുന്നത്. ഇക്ക ഇനി ഉറക്കമില്ലാത്ത 3 മാസങ്ങളാണ്. എന്താ ഇക്കയുടെ പ്രിപ്പറേഷൻസ് പറയും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം ചോദിക്കാം. പ്രിപ്പറേഷൻസ് ഫസ്റ്റ് കൊച്ചിന്റെ കാര്യം. ഇതിനിടയ്ക്ക് നോക്കാൻ പറ്റാതെ വരുന്ന ഒരാള് കുഞ്ഞാണ്. വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. കാരണം അത് കഴിഞ്ഞ് 4 അസുഖങ്ങൾ നമുക്ക് അസുഖം ഈ 4 മാസം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരിക്കും. അപ്പൊ ഉണ്ടാകണ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. കാര്യം നമുക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ബ്ലഡിലൊക്കെ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. മുടി കൊഴിഞ്ഞിട്ടുണ്ട്, വൈറ്റമിൻ ഡി. അല്ല, മുടി കൊഴിഞ്ഞതിന്റെ വീഡിയോ ഞാൻ കണ്ടു. എല്ലാം പോയി. ഇത് കഴിഞ്ഞു അത് ടെൻഷൻ എന്റെ കൂടെ. ചെവി കണ്ടമാനം കൊഴിയും. ചെവി വാക്യൂം ചെയ്ത് നിറച്ച് മുടിയാണ് അതിനകത്ത്. പിന്നെ അതിനൊക്കെ കൂടുതൽ ചെവിക്ക് ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ചെവി പോവും, കണ്ണ് എല്ലാം പ്രശ്നമാവും. 24/7 അല്ലേ. അത് മാത്രമല്ല ലൈവ് അപ്ഡേറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇരുന്നൊക്കെയാ കാണേണ്ടത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനെ വാട്സപ്പിൽ ഈ ടോക്സിക് ഒക്കെ പറയണ്ട കേട്ടാ. എടി നീ എന്താടി ഇത്, നീ ശരിക്കും കാണുന്നില്ല അല്ലേ, ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മാർക്കൊക്കെ ചെയ്ത് അയച്ചു തരും. ഇങ്ങനെ പ്രശ്നം, ഇതാണ് സംഭവം, നേരെ കാണണം കേട്ടോ. എന്തൊക്കെയാന്നറിയാമോ നമ്മള് ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അതിനെ ട്രോളാൻ വേണ്ടിട്ട് ആൾക്കാർ അതുണ്ടാവും. പിന്നെ ലൈവ് അപ്ഡേറ്റിലും ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാല് ഈ സീസൺ 4 ഉണ്ടല്ലോ, അതിൽ കുറച്ച് തെറികളൊക്കെ വന്ന സീസണാണല്ലോ. അപ്പോൾ ഓരോ തെറി പറയുമ്പോഴും തെറി പറഞ്ഞു, നീ വീഡിയോ ഇട്. രാവിലെ ആയിരിക്കും, ഞാൻ 6 മണിക്ക് എണീക്കും. എനിക്ക് ഫോണുണ്ടല്ലോ, വാട്സപ്പിൽ നിറച്ച് മര്യാദയ്ക്ക് വീഡിയോ ഇട്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര് മര്യാദയ്ക്ക് വീഡിയോ ഇട്ടോണം. ഞാൻ അത്രയ്ക്ക് ആ റീച്ച് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്, വീഡിയോ ഇടണം. അപ്പൊ ഞാൻ വീഡിയോ ഇടാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് വരെ ഉണ്ട്. കാര്യം ഇത്രയും ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് വീഡിയോ ഇട്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പ്രഷറായിരുന്നു എനിക്ക് സീസൺ 4. അപ്പം സീസൺ 6 ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് തന്നെയാണ്. അതെ. അപ്പം രേവതി ചേച്ചിയുടെ ഒരു ചാകരയാണ് ഇനി അങ്ങോട്ട് വരാൻ പോണത് അല്ലേ? എനിക്ക് അറിയത്തില്ല, ബിഗ് ബോസ് സമയം നിങ്ങളുടെ ചാകരയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ. മോളോടത്തൊന്നും പറഞ്ഞില്ല, ഒരു ഹായ് പറയൂ. ഹായ്. എത്രയിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? നഴ്സറി. ക്ലാസ്സിൽ പോയോ? ഇല്ല. അമ്മ പറഞ്ഞു പോയില്ല എന്ന്. അമ്മേ എങ്ങനെയാ അതെന്റെ തമ്മയിലാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ എടുക്കും അല്ലേ അമ്മ? എങ്ങനെയൊക്കെ കാണിക്കും നോക്കി പറയും. എങ്ങനെ അമ്മ ചെയ്യാ? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയോ? ആണോ? അമ്മേനെ നമുക്ക് ബിഗ് ബോസിൽ പറഞ്ഞുവിടാം. ഓക്കെ ആണോ? അന്ന് അമ്മ പൊക്കോട്ടെ അല്ലേ? അപ്പൊ ഈസക്കുട്ടി റിവ്യൂ പറയോ? ഈസക്കുട്ടി റിവ്യൂ പറയല്ലേ? വെൽക്കം ടു മൈ ചാനൽ ഇങ്ങനെയൊക്കെ പറയും. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെയൊക്കെ പറയും. എന്റെ നമസ്കാരം, ബിഗ് ബോസിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഈസക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അമ്മയാണോ ബാപ്പയാണോ? അമ്മയും പറഞ്ഞിട്ടാ. അത് ഷെബീസാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ സമയത്ത്. കാരണം ഇവള് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോ ഇവള് തുടങ്ങും, എനിക്ക് വിശക്കുന്നു എന്ന്. അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം ഇവള് ആ സമയമാകുമ്പോ ഇന്റർവ്യൂ, പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തു തരും എനിക്ക്. ഫോട്ടോയ്ക്ക്. വേറൊരു കാര്യം വിട്ടുപോയി, ചേച്ചിയുടെ ഈ ജിമിക്കി കമ്മൽ, ചേച്ചിയുടെ എല്ലാ കമ്മൽസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആവും. നിങ്ങളുടെ ബിഗ് ബോസ് പോലെ തന്നെ അത് ട്രെൻഡിങ്. ഇതൊക്കെ എവിടുന്ന് ഒപ്പിക്കുന്നത്? ഇതൊക്കെ ഞാൻ ഓൺലൈനാണ്. പിന്നെ ഞാൻ ബിഗ് ബോസിന് മാത്രമേ ഇത് ഇടുള്ളൂ. സ്പെഷ്യൽ പുറത്ത് പോകുമ്പോ ഒന്നും ഇതിന്റെ ചെറുതാണ്, എനിക്കിതൊന്നും ഇടാൻ പറ്റില്ല, ഇത്രയും വലുത്. ഇപ്പൊ ഇന്റർവ്യൂവിന് ഇട്ടതാണ്, അല്ലാണ്ട് ഇടത്തില്ല. കുറച്ചും കൂടെ ചെറുതായിടുന്നത്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാരും പറയും ഇനി ജിമിക്കിയും കുർത്തേഴ്സ് ഒക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞ് വരുന്നവരുണ്ട്. പിന്നെ ചിലവർ ആക്കുകയൊക്കെ ചെയ്യും, ഓ അവിടെ പിന്നെ കുർത്തയും ജിമിക്കിയും മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറയണവരും ഉണ്ട് കേട്ടോ. രണ്ടും പറയും. ഇത്രയും ഫാൻസ് ഉള്ള ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ചേച്ചിയുടെ വരുമാനം കുറവാണ് അത്രയ്ക്ക്. എടാ ബിഗ് ബോസ് സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ട്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക്, പക്ഷെ എനിക്കത് വ്ളോഗിലും നല്ല രീതിയിൽ വരുത്തണമെന്നുണ്ട്. പക്ഷെ ആൾക്കാർ നമ്മുടെ ആ ഒരു ഇത് ബിഗ് ബോസ് സമയമാകുമ്പോൾ കുറയും. നമ്മുടെ ചാനലിന്റെ ഒരു പ്രത്യേകത ബിഗ് ബോസ് ചാനലാണല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ അങ്ങ് കുറയും. പിന്നെ നമുക്ക് സാധാരണ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വരുമാനം നമുക്ക് കിട്ടത്തുള്ളൂ. ബിഗ് ബോസ് സമയത്ത് കിട്ടുന്ന ആ ഒരു ഇത് ഉണ്ടാവില്ല. അതെനിക്കൊരു വിഷമമാണ്. അങ്ങനെ ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരോട് ചേച്ചി തന്നെ പറയും എന്റെ ബാക്കി ബ്ലോഗും കൂടെ ഒന്ന് കാണും. അതെ, അത് കാണും കേട്ടോ. കുറെ പേര് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അല്ലാത്ത ആൾക്കാർ. ഇപ്പൊ ഇത് ബിഗ് ബോസ് കാണാതെ വ്ളോഗ് കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തവരുണ്ട് കുറച്ച് പേര്. പിന്നെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച ചേച്ചിക്കും ഇക്കയ്ക്കും ഇസക്കുട്ടിക്കും ഇസക്കുട്ടി ഒരുപാട് ആ മൈക്കൊക്കെ കുറുക്കി ചപ്പാത്തി പരുവാക്കുന്നുണ്ട്. ഇസക്കുട്ടി ഞങ്ങക്ക് ഒരു ഇതുപോലത്തെ ഒരു കുട്ടി ആങ്കർ വേണം. വരുന്നോ? വരും. അപ്പൊ തന്നെ പോയേക്കാം. വെൽക്കം ടു സൈന. സൈന വെൽക്കം ടു സൈന. പറഞ്ഞേ. അപ്പൊ സൈനയിൽ ഒരാളും കൂടെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇസക്കുട്ടി വലുതായി വരുമ്പോ ഇതുപോലെ ഒരു റിവ്യൂവറോ ആങ്കറോ ഒക്കെ ആയി തീരട്ടെ. അപ്പൊ ചേച്ചി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിനി. താങ്ക് യു. ഓ